സുഖം. ഹലോ, മൈ നെയിം ഈസ് പരിന്തു വാസു. കേസൊക്കെ കഴിഞ്ഞായിരുന്നോ? നാട്ടുകാരെ പറ്റിച്ച് എന്തോ കേസ് നടക്കുന്നു പറഞ്ഞ്. കൺമണി കയറി പിടിച്ച കേസൊക്കെ ഞങ്ങൾ എന്നേ സോൾവ് ചെയ്തതാണ്, മനസ്സിലായ? അത് കൺമണിക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ കയറി പിടിച്ചിട്ടില്ല. അത് അറ്റ്ലീസ്റ്റ് ഒരാളല്ല കേസായിട്ട് വന്നിട്ടുള്ളൂ. ഒരു പഞ്ചായത്ത് മൊത്തം വന്നില്ലല്ലോ. ഞാൻ കണ്ട 50 പേര് നിൽക്കണം അവിടെ, നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ബിൽഡിങ്ങും പണിതിട്ടത്. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ, എല്ലാവർക്കും അറിയാം നാട്ടുകാരെ പറ്റിച്ചും എന്റെ നിന്നും മോട്ടിച്ചൊക്കെയാണ് ആ ബിൽഡിംഗ് പണിതെന്ന്. അപ്പൊ അധികം ആൾക്കാരുടെ അടുത്ത് ഞാൻ പറ്റേ കഷ്ടപ്പെട്ടതാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് തൂക്കുന്നത്. അത് ഒഴിവാക്കിയാൽ മതി. അല്ല, ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്തോ എനിക്ക് മനസ്സിൽ നിങ്ങൾക്ക് എന്തോത്തിന്റെ സോക്കേടാണ്? നിങ്ങൾക്ക് എന്തുവാ സോക്കേട്? എനിക്ക് സോക്കേടൊന്നും ഇല്ല. എനിക്ക് എന്ത് സോക്കേടൊന്നും ഇല്ല എനിക്ക്. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയി. അപ്പൊ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോയതാണ്. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പൊ എന്തായി കേസ് അപ്ഡേറ്റ് എന്ന് വിചാരിച്ചാണ് മാത്രമാണ് ഞാൻ വിളിച്ചത്. അല്ലാതെ എനിക്കെന്ത് സോക്കേട്? അല്ലാതെ എക്സ് കാമുകയെ ജയിലിൽ കൊണ്ടിട്ടെങ്കിൽ അതിന് മുമ്പേ വന്നിന്ന് പടക്കം പൊട്ടിക്കാൻ അല്ലായിരുന്നല്ലേ നിങ്ങളുടെ കോള്? അയ്യോ, പടക്കം പൊട്ടിക്കാനാണെങ്കിൽ ഞാൻ നേരെ പിടിച്ചോണ്ട് കൊടുക്കുകയല്ലോ. അങ്ങനെയാണ് എനിക്ക് വേറെ എന്തൊക്കെ വഴി ഉണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ വിട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ 50,000 രൂപ എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ എവിടെ ഉദ്ഘാടനം ഒന്നും വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ആയിട്ട് വരാൻ നീ റെഡിയാണ്. നീ ഒന്നി കൊണ്ടുവരിക, നേരെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇതാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചിരുന്നു. നിന്നെ ഞാൻ നേരെ പിടിച്ചോണ്ട് പോയതല്ലേ. ഞാനൊരു കാര്യം, നിങ്ങളെ ഞാൻ എക്സ്പോസ് ചെയ്യും. പരിന്തുവാസു എന്ന് പറയുന്നതിന്റെ അണ്ടി ഫാക്ടറി എങ്ങനെയാണ് കെട്ടിപ്പൊക്കിയത് എന്നുള്ളതിന്റെ എക്സ്പോസിങ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ എലിയുടെ പേര് മാറ്റിയിട്ട് ഞാൻ വല്ല പല്ലിയെന്ന് ഇട്ടോളാം കേട്ടോ. നോക്കിയിരുന്നോ? ഏത് സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ പേര് കറക്റ്റായിട്ട് ചേരണേ. ഇപ്പൊ പറഞ്ഞ രണ്ടാമത്തെ പേര് ഈ പരിന്തുവാസുവിന്റെ അണ്ടി ഫാക്ടറി ഇല്ലേ, അത് ഉണ്ടാക്കിയതേ കഷ്ടപ്പാടിയെന്നും വിയർപ്പിയെന്നും അധ്വാനത്തിന്നും അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചും ഉപദ്രവിച്ചും പിടിച്ചു പറിച്ചും അല്ല, മനസ്സിലായ? ആരുടെ കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും അധ്വാനത്തെ നിങ്ങൾ ഇന്ന് വരെ വിയർക്കുന്നതാണ്. നിങ്ങൾക്ക് വിയർപ്പിന്റെ സ്മെല്ല് അറിയാവോ? നിങ്ങൾക്ക് വിയർപ്പിന്റെ സ്മെല്ല് കണ്ടിട്ടുണ്ടോ? വിയർക്കുന്നത് നമ്മൾ ഒരുമിച്ച് സമയത്ത് എത്ര വട്ടം വിയർത്തിട്ടുണ്ട് ഞാൻ. Bro, please don't talk nonsense, okay? I am a single sigma female. Don't talk to me like this. എന്തൊരു നാട്ടുകാരിത്? വിളിച്ച് എക്സിന്റെ അടുത്ത് പറയുന്നത്. I don't want to talk to you, bro. ഞാന് സ്റ്റിൽ വെർജിൻ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഒരാളെ പറ്റി എന്ത് തോപ്പിക്കാൻ എന്ത് പറയാനാണ്? നിങ്ങളല്ലേ ഇപ്പൊ വിയർത്ത കാര്യം പറഞ്ഞേ? വിയർക്കും മനുഷ്യൻ പണിയെടുത്താ വിയർക്കൂലേ? അല്ലാതെ വിയർക്കൂലേ? നിങ്ങൾ എന്റെ കൂടെ എന്ത് പണിയാ ഉണ്ടാക്കിയത്? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ പലവട്ടം പണിയെടുത്ത സമയത്ത് നമ്മൾ പണി കഴിഞ്ഞിട്ട് നേരെ വന്ന് മീറ്റ് ചെയ്തിട്ടില്ലേ? അതിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. ഈ നെഗറ്റീവ് മൈൻഡിൽ ചിന്തിച്ചാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ആയി പോകും. കുറച്ചൊക്കെ പോസിറ്റീവ് ആവും. ഇത് തന്നെയാണ് ഞാൻ നിന്നെ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്, വാ തുറന്ന നെഗറ്റീവ്. മനുഷ്യനൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണ്ടേ ഒരാളോട് സംസാരിക്കുമ്പോൾ? ഞാനൊന്ന് വിചാരിച്ചായിരുന്നെങ്കിലേ ഞാൻ പോസിറ്റീവ് ആയായിരുന്നേനെ കേട്ടോ. അത് എനിക്ക് അന്തസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പഴും നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പെൺപിള്ളേരും പോസിറ്റീവായി അങ്ങോട്ടായതാന്ന് എനിക്കറിയാം. നീയൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നിനക്ക് മറ്റേ പന്നിപ്പനി പോസിറ്റീവ് ആയനെ. മറ്റേ അവന്റെ കൂടെ പന്നി ഏക്കർ കണക്കിന് പന്നിത്തോട്ടമുള്ളവന്റെ കൂടെ പോയില്ലേ, ആ പന്നിപ്പനി പോസിറ്റീവ് ആയനെ. നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ നടന്നിട്ട് എനിക്ക് ഇന്ന് വരെ കോഴിപ്പനി പോസിറ്റീവ് ആയിട്ടില്ലല്ലോ. പന്നിപ്പനിയെ കാട്ടി വലുതാണ് കോഴിപ്പനി. കോഴികളുടെ കൂടെ നടക്കണ്ടേ, എന്റെ കൂടെ അല്ലല്ലോ നടക്കേണ്ടത്. കഴിഞ്ഞ 2.5 വർഷം ഞാനൊരു പെരുങ്കോഴിയുടെ കൂടെയാണ് നടന്നത്, കാമക്കണ്ണന്റെ കൂടെ. അതിന് കുഴപ്പമൊന്നുമില്ല. കൊക്കിന്റെയും ചിമ്പാൻസിന്റെ ഒക്കെ കൂടെ നിനക്ക് എന്തെങ്കിലും പനി വല്ല പിടിച്ചായിരുന്നാ? എനിക്ക് കുരങ്ങ് പനി വന്നായിരുന്നെങ്കിൽ ഞാൻ ആ ചിമ്പുവിന്റെ കൂടെ അങ്ങ് പോയേനെ. അങ്ങനെങ്കിലും എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ അതുപോലും ചെയ്തില്ല. പന്നിയെയും കളഞ്ഞ്, കുരങ്ങനെയും കളഞ്ഞ്, കൊക്കിനെയും കളഞ്ഞിട്ട് പരുന്തിനെ നോക്കിയിരുന്നു. പരുന്തിന് എന്താണ് വേണ്ട? കോഴിക്കുഞ്ഞുങ്ങളെ തറയിൽ കൂടെ കളർ അടിച്ച് നടക്കുന്നത്. ഇങ്ങനെ ഒരു കോമക്കൊണ്ണനെ സ്നേഹിച്ച് എന്നെ വേണം പറയാൻ. എന്റെ ജീവിതവും തളിച്ചിട്ട് നിങ്ങൾ അവിടെ കിടന്ന് കൊണയടി. ഇത് സ്ഥിരം ബ്രേക്കപ്പ് ആയ പെമ്പിള്ളേർ പറയണ ക്ലീശേ വർത്താനം. അല്ലല്ല, ഇത്ര നാളെന്താ ഇതൊന്നും പറയാഞ്ഞേ? ഇത്ര നാള് എന്താ പറയാഞ്ഞേ? അല്ല, എത്രാമത്തെ ബ്രേക്കപ്പ് ഇത്? ഇത് എന്റെ ആദ്യത്തെ ബ്രേക്കപ്പാണ്. നിങ്ങളുടെ ഇത് എത്രാമത്തെ ബ്രേക്കപ്പാണ്? അതൊന്ന് പറയുവോ? എന്റെ
ഓ എന്റെ പഴയ പ്രണയത്തിന്റെ കണക്കുകൾ നിനക്കറിയാമല്ലേ? എല്ലാവർക്കും കണക്കറിയാം. ഓക്കെ, അതാ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ പ്രണയം മലർ, അത് എങ്ങനെയാ നിന്നേന്നറിയോ? എങ്ങനെയാ നിന്ന്? അത് ഞാനായിട്ട് നിർത്തിയതാ. ബാക്കിയെല്ലാം പിന്നെ ബാക്കി പറയാനുള്ളൂ. ഞാൻ പറയാനുള്ള കാര്യങ്ങളോട് കേക്കൂ ദയവ് ചെയ്ത് പ്ലീസ്. രണ്ട് അമ്മുക്കുട്ടി, അത് കാറിലെ കൊണ്ടുപോയി. കറക്റ്റ്. കഴിവില്ലാത്ത ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾ വന്ന് എടുത്തോണ്ട് പോകും. തേർഡ്, അത് കഴിഞ്ഞിട്ട് സൂസൻ. അല്ല, അതിന്റെ ഇടയ്ക്ക് റബേക്ക ഉണ്ട്. റബേക്ക ആര് കൊണ്ടുപോയി? റബേക്കയ്ക്ക് വേറൊരു സിറ്റിയിലേക്ക് പോകേണ്ട വന്നു. അവിടെ ചെന്നപ്പോ അവളുടെ ബലമായിട്ട് അച്ഛൻ പിടിച്ച് കെട്ടിച്ചു. എങ്ങനെ കെട്ടിക്കാതിരിക്കും? സഹവാസം കോഴിയുടെ കൂടെ അല്ലായിരുന്നോ? അച്ഛൻ കണ്ടു. അതെ അതെ, അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സൂസൻ വരുന്നത്. സൂസനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ആ റിലേഷൻഷിപ്പ് നിർത്തേണ്ടി വന്നു. കാരണം ഞാൻ പ്രേമിച്ച പെൺകുട്ടികളിൽ രണ്ടാമത്തെ ആളാണ്. ആദ്യത്തെ പിന്നെ ഓൾറെഡി കാറിനോടെ പോയി കേവിക്കകത്ത് കയറിയായിരുന്നു. രണ്ടാമതൊരു പെൺകുട്ടി ഗ്യാങ്ങിന് ഓപ്പോസിറ്റ് വന്നപ്പോൾ എനിക്ക് ഗ്യാങ്ങിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിന് വിഷമിച്ചിട്ടാണെങ്കിലും ഞാൻ എനിക്ക് ആ റിലേഷൻഷിപ്പ് നിർത്തേണ്ടി വന്നു. നിർത്തി. ഗ്യാങ് ആണ് എന്റെ ഫസ്റ്റ് ആദ്യത്തെ റിലേഷൻഷിപ്പ്. ഈ 5 എണ്ണത്തിൽ നമ്മള് 4-ലെത്തിയതേ ഉള്ളൂ. 3 ഉണ്ടായിട്ട് 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇതുവരെ വിഷമമായിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് കാറിൽ കൊണ്ടുപോയതിൽ നല്ല വിഷമമുണ്ട്. അത് ആണുങ്ങൾ കൊണ്ടുപോയി, അതിനകത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലാതെ സ്വയം ഒഴിവാക്കിയതിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അതിൽ ഒരാളെ മാത്രമേ സ്വയം ഒഴിവാക്കിയിട്ടുള്ളൂ, മറ്റേത് ഗ്യാങ്ങിന് വേണ്ടിട്ടല്ലേ. അടുത്തത് സൂസൻ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചെന്ന് രണ്ടുപേരടുത്ത് കമ്മിറ്റഡ് ആവാൻ ശ്രമം നടത്തി. പക്ഷെ കമ്മിറ്റഡ് ആവാൻ എനിക്ക് താല്പര്യം വരാത്തതുകൊണ്ട് ഞാൻ വന്നില്ല. ഒന്ന് കനി, ഒന്ന് കുക്കു. രണ്ടിനും ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു. പിന്നെ കനി ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേനും പട്ടാളത്തിലുള്ള ഒരു പയ്യൻ വന്ന് വിളിച്ചോണ്ട് പോയി അവളെ. വീണ്ടും ആണുങ്ങൾ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ എന്റെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ പറയണത്. അതായത് നമ്മളൊരു PA വെച്ചായിരുന്നു, കൺമണി എന്ന് പറയുന്നത്. നാടക നടി. അത് പറയാൻ നിങ്ങൾ രണ്ടുപേരും ചേരി കേട്ടോ, സീരിയലും നാടകവും. ആ നാടക നടി എന്നോട് പറഞ്ഞതായിരുന്നു, എടി ഞാൻ ഇപ്പൊ നാടകത്തില, നീ അടുത്ത സീരിയൽ കയറാൻ പോകുന്നത്. അന്ന് അവരുടെ വാക്യം കേട്ടില്ല, അന്ന് ഞാൻ കേട്ടാ മതിയായിരുന്നു. ശരി, അത് ഞാൻ പറയണം. അത് ഞാൻ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. അങ്ങനെ അവൾ എന്റെ പേരിലൊരു ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കാൻ വന്നായിരുന്നു. പിന്നെ അതിനുശേഷം കൺമണി പോയതിനു ശേഷമാണ് ഞാൻ പിന്നെ ഒരു താജ്മഹാളൊക്കെ പണിത് എലിയെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതും വിധിയുടെ വിളയാട്ടം എന്ന് പറയാം. ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് അവിടുന്ന് കിട്ടിയില്ല. ഞാനൊരു കാര്യം മാന്യമായി നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഞാനുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? ഞാൻ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു പറയട്ടെ? പറ. ഒരിറ്റ് കെയറിങ്, ഒരു ഇച്ചിരി കെയറിങ്. അല്ലെ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒന്ന് കാണുക, കണ്ടിട്ട് പോവുക. ഇത് ഞാൻ വരുമ്പോ നീയില്ല, നീ വരുമ്പോ ഞാനില്ല. പിന്നെ വന്നാലും ഒന്ന് വിളിച്ച് ചോദിക്കുക, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും തിന്നോ, ഓക്കെ ആയിട്ടിരിക്കുന്നു, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ, വാറൊക്കെ ജയിക്കുന്നുണ്ടോ, വാറൊക്കെ എങ്ങനെ പോകുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതെ, ഞാൻ ഈ നേരത്തെ ഒരു കുക്കു എന്ന് പറഞ്ഞ ഒരുത്തിയുടെ പേര് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അവളുമായിട്ട് റിലേഷൻഷിപ്പ്. നിങ്ങൾ ഒരു വള്ളത്തിലല്ലേ, 2 വള്ളത്തിൽ. പറയണ കള്ളന്മാര്. ആ കൊച്ചിന് ഭാഷ അറിയത്തില്ല. ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാ. നിനക്ക് ഹിന്ദി അറിയത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം സാറ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ആ കൊച്ചി ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞു കാണും.
അത് നിനക്ക് താജ്മഹൽ പണിയുന്നതിന് മുമ്പാണ് ഞാൻ അവക്ക് കുത്തബ്മിനാർ പണിത് കൊടുത്തത്. നിങ്ങളുടെ കുത്തബ്മിനാർ എന്നാ ചരിഞ്ഞതായിരുന്നു, മൊത്തത്തിൽ ചരിഞ്ഞങ്ങ് വീണ്. അവളുടെ അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞത്. അന്നേരമേ നിങ്ങൾ ഞാൻ ചെയ്ത് തെറ്റെന്നത് പോക്കർത്തരം ഞാനാണോ പറയുന്നത്? എന്ത് പറയാൻ, നിങ്ങൾ മറ്റേ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നാട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഓരോ ജംഗ്ഷനിൽ പണിയും. അതൊക്കെ അറിഞ്ഞിറങ്ങി വരുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ ലേറ്റ് ആയി പോകും. എങ്ങനെ വിചാരിക്കും നിങ്ങളൊരു കാമക്കണ്ണനാന്ന്? അതിപ്പോ വെളിയിൽ നിന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാരും ദേവകുഴല്ല വാവുകുട്ടി, വാസുവാമിന്റെ രണ്ടാമത്തെ പേരെന്തുവാ? കറക്റ്റ് കേട്ടോ? കേട്ടല്ലോ സ്പീക്കറിൽ. അവള് പറഞ്ഞ കാമക്കണ്ണ. 8 വയസ്സേ ഉള്ളു അവൾക്ക്. വാസുമാമിന്റെ രണ്ടാമത്തെ പേര് കാമക്കണ്ണൻ. അതൊക്കെ നീ ഒരു ടീച്ചർ അല്ലേ? നീ പിള്ളേരെ ഫീഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണോ? എനിക്കൊരു കുഞ്ഞുണ്ടായ എന്തായാലും നിന്റെ സ്കൂളിൽ ഞാൻ വിടൂല. അത് ഉറപ്പാ. ഞാൻ നല്ല ടോപ്പ് നോച്ച് സ്കൂളിൽ പഠിപ്പിക്കുള്ളൂ. നിങ്ങൾ ടോപ്പ് നോച്ച് സ്കൂളിലൊക്കെ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ പ്രാന്തനാന്നും പറഞ്ഞു പെണ്ണുപിടിയനാന്നും പറഞ്ഞു കൊണ്ട് കേസ് കൊടുത്തപ്പോ അവളുടെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിച്ച് ആ കേസ് ഞാൻ പിൻവലിപ്പിച്ച്. മറ്റേ കൺമണി ആ നാടക നടി എടുത്ത് ഞാൻ പോയി കരഞ്ഞ് കാല് പിടിച്ച് ആ കേസും പിൻവലിപ്പിച്ച്. എന്നിട്ട് ഇത്രയും നാള് എന്നെ മൂഞ്ചിപ്പിച്ചിട്ട് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ ഇവിടെ സംഭവിച്ചേക്കുന്നത്. നിങ്ങളുടെ പേരിലുണ്ടല്ലോ രണ്ടാമത്തെ വാലന്റൈൻസ് ഡേക്ക് എന്നെ റൂമിൽ കയറി പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാനായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം കൊടുക്കാനായിരുന്നു. ഞാൻ കൊടുത്തില്ല. കൊടുക്കുവോ? ഞാൻ കൊടുക്കത്തില്ല. കാരണം അന്തസ് വേണം മിസ്റ്റർ പെരുന്തോസ്, അന്തസ്. ഇതൊക്കെ ഉണ്ടല്ലോ എഴുതി ഞാനൊരു ലെറ്റർ ആക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തോണ്ടല്ലോ നിങ്ങൾ എണ്ണ കൊടുക്കണം. ഈ അന്തസ്സിനെ പറ്റിയൊക്കെ പറയണത് ആരാണ്? എനിക്ക് കേൾക്കുമ്പോ ചിരി വരുന്നില്ലേ? നിങ്ങൾ ചിരിക്കും. അതെന്താന്നറിയാവോ? നിങ്ങൾക്ക് പ്രാന്താ, നിങ്ങൾക്ക് കാമപ്രാന്താ. ചിരിക്കും. നിങ്ങൾക്ക് കാമപ്രാന്തായിട്ട് നിങ്ങൾ ചിരിക്കും. ചിലപ്പോ കരയും. ഇച്ചിരി കഴിയുമ്പോ പറയും എനിക്ക് പെണ്ണില്ലെന്ന്. പെണ്ണുള്ളപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പെണ്ണില്ലെന്ന്. അപ്പൊ ഞാൻ എന്തായിരുന്നു? മരവോ? എന്തായാലും നിന്റെ അടുത്തോട്ട് ഞാൻ ഇനി വരൂല. ശരിയെന്നാ കല്യാണത്തിന് വിളിക്കാം. ആരുടെ കല്യാണത്തിന്? എന്റെ. നിങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ചാവണം. നോക്കിയിരുന്നോ? ഞാൻ കെട്ടാപ്പോടെ താലി നിന്റെ കയ്യിലാണ് ഇരിക്കണേ. അതെ, ഡയലോഗൊക്കെ കയ്യില്. വിചാരിച്ചാലേ 3 ദിവസത്തിൽ 3 കല്യാണം നടത്തും. കാണണോ? അതെനിക്കറിയാം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാമക്കണ്ണ മൂന്നാമത് കെട്ടാ. മറ്റേ സൂസനെ കെട്ടിയത് നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാസുണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം ഞാനാണല്ലോ വാസുവിന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. ഇതൊക്കെ എനിക്ക് വേണം. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. നിങ്ങൾ പോയി അടുത്ത പെണ്ണിനെ പിടി വെച്ചിട്ട് പോ. വിളിക്കണ്ടായിരുന്നല്ലേ? ദേഷ്യം വരില്ല. എത്രാന്ന് പറഞ്ഞാ നമ്മള് കൊടുത്ത് നല്ലത്. അടോറളക്കി താഴെട്ടല്ലേ? എനിക്കങ്ങ് ദേഷ്യം വന്ന് കോച്ച്. ഞാൻ കുറച്ച് ട്രിഗേർഡായിട്ട് സംസാരിച്ചു എലിയുടെ അടുത്ത് കേട്ടാ. വേണ്ടാന്ന് വിചാരിച്ചിരിക്കണ സമയത്തെ നമ്മുടെ തലേ കയറിയിരുന്നങ്ങ് നിരങ്ങണം. என்ன சொன்னாவ? കരഞ്ഞു കോച്ച്, കരഞ്ഞു. എന്നെ വാസു വേണ്ടുന്ന ഒരേ ഒറ്റക്കാലം നിൽക്കുന്നതാ. എനിക്ക് താല്പര്യമില്ല കോച്ച്. എനിക്കങ്ങനെ കാണുന്ന താല്പര്യമില്ല. എനിക്ക് നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. Once you read a book, it's a like அவ்வளவுதான். அந்த புக்